If the statement some birds are not mammals is given as true, which of the following statements can be immediately inferred to be false? ഒന്നുകൂടി വായിക്കാം. If the statement some birds are not mammals is given as true, which of the following statements can be immediately inferred to be false? അതായത് some birds are not mammals എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ഇമ്മീഡിയറ്റ്ലി ഫാൾസ് ആവുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിലുള്ളത് some mammals are not birds, some birds are mammals, no birds are mammals, all birds are mammals, ഇങ്ങനെയുള്ള 4 സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. സോ ഇതിന്റെ ആൻസർ അറിയാവുന്നവർ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എന്താണ് ഇതിന്റെ ആൻസർ എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. അറിയാവുന്നവർ കമന്റ് ചെയ്യുക. നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ് എന്നുള്ളതാണ്, എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ ആദ്യം നമ്മൾ ആ ഒരു ഏരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്. UGC നെറ്റിന്റെ പേപ്പർ 1ന്റെ സിലബസിൽ ലോജിക്കൽ റീസണിങ് എന്നുള്ള ഒരു ഏരിയയായിട്ട് ബന്ധപ്പെട്ടുള്ള അതിനകത്തുള്ള സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്ന ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അണ്ടർസ്റ്റാൻഡിങ് ദ ട്രൂത്ത് ആൻഡ് ഫാൾസ്ഹുഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്തും ഫാൾസ്ഹുഡും എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക, അത് എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് എന്നുള്ളത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ എ എന്താണ്, ഇ എന്താണ്, ഐ എന്താണ്, ഒ എന്താണ് എന്നുള്ളത് ഓൾറെഡി അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എ എന്ന് പറയുന്നത് എന്തായിരുന്നു? യൂണിവേഴ്സൽ അഫർമേറ്റീവ് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. യൂണിവേഴ്സൽ അഫർമേറ്റീവ് ടൈപ്പ് സ്റ്റേറ്റ്മെന്റിന് നമ്മൾ പറയുന്ന പേരാണ് എ എന്നുള്ളത്. ഇങ്ങനെയുള്ള എ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ, എ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സൽ നെഗറ്റീവ് അല്ലെങ്കിൽ ഇ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. പർട്ടിക്കുലർ അഫർമേറ്റീവ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. കാരണം ആൾ എന്നുള്ളതിന്റെ ഉള്ളിൽ വരുന്ന ഒരു സബ്സെറ്റ് മാത്രമാണ് പർട്ടിക്കുലർ എന്നുള്ളത്. ആള് ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഐ ടൈപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് ട്രൂ ആയിരിക്കും. എ എന്നുള്ളത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഒ എന്ന് പറയുന്ന പർട്ടിക്കുലർ നെഗറ്റീവ് എന്നുള്ളത് ഫാൾസ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഒ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒ അല്ലെങ്കിൽ പർട്ടിക്കുലർ നെഗറ്റീവ്, സം മെൻ ആർ നോട്ട് ഫൂളിഷ്, ഇങ്ങനെയുള്ള ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ് എന്നുള്ളത്. കാരണം അത് തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ പേരാണ് കോൺട്രഡിക്റ്ററി റിലേഷൻ എന്നുള്ളത്. സോ എ ട്രൂ ആണെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക ഇ എന്നുള്ളത് ഫാൾസ് ആയിരിക്കും, ഐ എന്നുള്ളത് ട്രൂ ആയിരിക്കും, ഒ എന്ന് പറയുന്നത് ഫാൾസ് ആയിരിക്കും എന്നുള്ളത്. അതുപോലെ നമ്മൾ ഈ ടൈപ്പിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ നെഗറ്റീവ് ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ, യൂണിവേഴ്സൽ നെഗറ്റീവ് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ എ എന്നുള്ളത് എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐ അല്ലെങ്കിൽ പർട്ടിക്കുലർ അഫർമേറ്റീവ് എന്ന് പറയുന്നത് ഫാൾസ് ആയിരിക്കും. ഒ എന്ന് പറയുന്നത് പർട്ടിക്കുലർ നെഗറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഒ എന്നുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് ട്രൂ ആയിരിക്കും. കാരണം ഇത് യൂണിവേഴ്സൽ നെഗറ്റീവ് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. യൂണിവേഴ്സൽ നെഗറ്റീവ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ നെഗറ്റീവ് ഓട്ടോമാറ്റിക് ആയിട്ടും ട്രൂ ആയിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അടുത്തെന്ന് പറയുന്നത് ഐ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഐ അല്ലെങ്കിൽ പർട്ടിക്കുലർ അഫർമേറ്റീവ് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? എന്തായിരിക്കും? ഈ അല്ലെങ്കിൽ യൂണിവേഴ്സൽ നെഗറ്റീവ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ അഫർമേറ്റീവിന്റെ ഐയുടെ എന്താണ്? ഈ കോൺട്രഡിക്റ്ററി റിലേഷൻ ആണ് ഇ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ നെഗറ്റീവ് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും എന്ന കാര്യം അറിഞ്ഞിരിക്കുക. എ ആൻഡ് ഒ എന്നുള്ളത് പർട്ടിക്കുലർ അഫർമേറ്റീവ് ട്രൂ ആണ് എന്ന് വിചാരിച്ച് നമുക്ക് എ എന്നുള്ളത് ട്രൂ ആണോ എന്ന് പറയാൻ പറ്റില്ല. ഒ എന്നുള്ളത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതാണ് അൺഡിറ്റർമിനേറ്റ് എന്നുള്ളത്. നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റൂല. അത് വേണമെങ്കിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫാൾസ് ആവാം, ട്രൂവോ ഫാൾസോ ആവാം എന്നുള്ളതാണ്. സോ അതുകൊണ്ട് എ ആൻഡ് ഒ എന്നുള്ളത് അൺഡിറ്റർമിനേറ്റ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി അടുത്തൊരു ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ഒ എന്ന് പറയുന്നതാണ് പർട്ടിക്കുലർ നെഗറ്റീവ് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്. ഇത് ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ഫാൾസ് ആയിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. കാരണം അത് തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ പേരാണ് കോൺട്രഡിക്റ്ററി എന്നുള്ളത്. സോ കോൺട്രഡിക്റ്ററി റിലേഷനിൽ ഒ ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ എ എന്നുള്ളത് ഫാൾസ് ആയിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ഇയും ഐയും അൺഡിറ്റർമിനേറ്റ് ആയിരിക്കും എന്നുള്ളത്. ഇ എന്ന് പറയുന്നത് പർട്ടിക്കുലർ നെഗറ്റീവ് ട്രൂ ആണെന്ന് വെച്ചാണ്ട് യൂണിവേഴ്സൽ നെഗറ്റീവോ അല്ലെങ്കിൽ പർട്ടിക്കുലർ അഫർമേറ്റീവോ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെന്താണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അത് അൺഡിറ്റർമിനേറ്റ് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അത് ട്രൂവോ ഫാൾസോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതാണ് 4 ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് തരികയാണ് എന്നുണ്ടെങ്കിൽ അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതിപ്പോൾ ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ ഇനി
സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് എ ടൈപ്പ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ് എന്നുണ്ടെങ്കിൽ, യൂണിവേഴ്സൽ അഫർമേറ്റീവ് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ് എന്നുണ്ടെങ്കിൽ ഓ എന്ന് പറയുന്ന പർട്ടിക്കുലർ നെഗറ്റീവ് ട്രൂ ആയിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. എ എന്നുള്ളത് ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ ഓ എന്നുള്ളത് ട്രൂ ആയിരിക്കും. കാരണം ആ ഒരു റിലേഷൻഷിപ്പിന്റെ പേരാണ് എന്ത്? കോൺട്രഡിക്റ്ററി റിലേഷൻ. ദെൻ ഇ ആൻഡ് ഐ, ഇയും ഐയും അൺഡിറ്റർമിനേറ്റ് ആയിരിക്കും. നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല ഇ എന്നുള്ളത് ട്രൂ ആണോ അല്ലെങ്കിൽ ഐ എന്നുള്ളത് ട്രൂ ആണോ അല്ലെങ്കിൽ ഫാൾസ് ആണോ എന്നുള്ള കാര്യം നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അത് അൺഡിറ്റർമിനേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇ എന്നുള്ള യൂണിവേഴ്സൽ നെഗറ്റീവ് ഫാൾസ് ആണ് എന്നുണ്ടെങ്കിൽ, യൂണിവേഴ്സൽ നെഗറ്റീവ് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ് എന്നുണ്ടെങ്കിൽ ഐ എന്നുള്ളത് ട്രൂ ആയിരിക്കും. ഐ എന്നുള്ളത് ട്രൂ ആയിരിക്കും. എയും ഓയും അൺഡിറ്റർമിനേറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. എയും ഓയും അൺഡിറ്റർമിനേറ്റ് ആയിരിക്കും. ഇനി നമ്മൾ പർട്ടിക്കുലർ അഫർമേറ്റീവ് ടൈപ്പ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, പർട്ടിക്കുലർ അഫർമേറ്റീവ് ഫാൾസ് ആണ് എന്നുണ്ടെങ്കിൽ എ എന്നുള്ളത് ഫാൾസ് ആയിരിക്കും. എ എന്നുള്ളത് ഫാൾസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇ എന്നുള്ളത് ട്രൂ ആയിരിക്കും. ഓ അല്ലെങ്കിൽ പർട്ടിക്കുലർ നെഗറ്റീവ് ഈസ് ഓൾസോ ട്രൂ. അറിഞ്ഞിരിക്കുക, ഐ എന്നുള്ളത് ഫാൾസ് ആണ് എന്നുണ്ടെങ്കിൽ എ എന്നുള്ള ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആൾസോ ഫാൾസ്. ഇ എന്ന് പറയുന്ന യൂണിവേഴ്സൽ നെഗറ്റീവ് ട്രൂ, ഓ എന്ന് പറയുന്ന പർട്ടിക്കുലർ നെഗറ്റീവ് ട്രൂ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ലാസ്റ്റ് ഓ അല്ലെങ്കിൽ പർട്ടിക്കുലർ നെഗറ്റീവ് ഫാൾസ് ആണ് എന്നുണ്ടെങ്കിൽ, പർട്ടിക്കുലർ നെഗറ്റീവ് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ് എന്നുണ്ടെങ്കിൽ എ എന്നുള്ളത് ട്രൂ ആയിരിക്കും. ഇ എന്ന് പറയുന്നത് ഫാൾസ് ആയിരിക്കും. അതുപോലെ ഐ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. സോ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം. ഓരോ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അത് ട്രൂ ആണോ അതുപോലെ തന്നെ അത് ഫാൾസ് ആണോ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇതാണ് ലോജിക്കൽ റീസണിങ്ങിനകത്ത് വരുന്ന സ്ക്വയർ ഓഫ് ഒപ്പോസിറ്റിൽ വരുന്ന ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത് ആൻഡ് ഫാൾസ്ഹുഡ് എന്നുള്ളത്. ഇനി നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് സം ബേർഡ്സ് ആർ നോട്ട് മാമൽസ്, സം ബേർഡ്സ് ആർ നോട്ട് മാമൽസ് എന്ന് പറയുന്ന എന്ത് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് അറിഞ്ഞിരിക്കണം. അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഏതാണ് ഫാൾസ് എന്നുള്ളത്. സം ബേർഡ്സ് ആർ നോട്ട് മാമൽസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ ഏതാണ് ഫാൾസ് എന്നുള്ള കാര്യം അതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഏതായിരിക്കും ഫാൾസ്? ഏതാണ് ഇതിനകത്ത് ഫാൾസ് ആയിട്ട് വരുന്നത്? എന്താണ് ആൻസർ? ഇതിന്റെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്തായിരിക്കും? ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്താ? യെസ്, ആൾ ബേർഡ്സ് ആർ മാമൽസ്. ആൾ ബേർഡ്സ് ആർ മാമൽസ് ഒരു യൂണിവേഴ്സൽ അഫർമേറ്റീവ് എ എന്ന് പറയുന്നതാണ്. ഇതെന്തായിരുന്നു? സം ബേർഡ്സ് ആർ നോട്ട് മാമൽസ് എന്ന് പറയുന്നത് എന്താണ്? ഓ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. സം ബേർഡ്സ് ആർ നോട്ട് മാമൽസ് എന്ന് പറയുന്നത് ഓ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അത് ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ ആൾ ബേർഡ്സ് ആർ മാമൽസ് എന്നുള്ളത് ഫാൾസ് ആയിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതാണ് നമ്മളിപ്പോൾ ടേബിൾ എന്ന് പറഞ്ഞത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവുമ്പോൾ ഫാൾസ് ആവുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ മനസ്സിലായി എന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ഏരിയ ആയിട്ട് നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. താങ്ക്